ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്ധ്യാസമയം കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോറി മാത്യു ബദറിന് നമ്മളെ ദൈവനം പഠിപ്പിക്കും. അതിന് മുമ്പായി നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നതായി സിസ്റ്റർ ബിൻസി ജയനെ ക്ഷണിക്കും. താങ്ക് യു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എന്റെ ആത്മാവിനു നിത്യജീവൻ എന്റെ യേശു ഒരുക്കിയല്ലോ. എന്റെ ആത്മാവിനു നിത്യജീവൻ എന്റെ യേശു ഒരുക്കിയല്ലോ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിത്യത ഓർത്തിടുമ്പോ
ഹൃത്തടമാനന്ദിക്കും. നിത്യത ഓർത്തിടുമ്പോ എൻ ഹൃത്തടമാനന്ദിക്കും. സ്വർഗീയ സൗഭാഗ്യ ജീവിതം വിശ്വാസ കണ്ടിടുന്നു. സ്വർഗീയ സൗഭാഗ്യ ജീവിതം വിശ്വാസ കണ്ടിടുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ആമേൻ. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യാശ ഉണർത്തുന്ന ഒരു പാട്ട് ഇന്ന് സന്ധ്യാസം നമുക്ക് കേൾപ്പാൻ തക്കൊണ്ടിയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ദൈവത്തിന്റെ ദാനം നാം അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹം നാം രുചിച്ചറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവ് നമുക്ക് എല്ലാ ആവശ്യങ്ങളിലും എല്ലാ സമയങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും നമുക്ക് മതിയായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ നന്ദിയോടെ നാം ദൈവത്തെ സ്തുതിപ്പാൻ തക്കണം സാധിക്കുമെന്ന് പാട്ടുകൾ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ അറിയാതെ പോയ അലക്ഷ്യമാക്കിയ കാലം ഹല്ലേലൂയ നമ്മ അന്യരായിരുന്നു, അനാഥരായിരുന്നു. എന്നാൽ ദൈവസ്നേഹം കാലാകാലങ്ങളായി നമ്മളെ തേടി വരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഭൗതിക മേലിൽ വിശാലോട്ട് മാനിക്കട്ടെ. ദൈവം കൊടുത്ത നല്ല താലന്ത് അത് ദൈവനാമത്വത്തിനുണ്ട് വീഴ്പ്പാൻ കൊടുത്ത ഉത്സാഹത്തിനായി സ്തോത്രം. ധാരാളമായി കർത്താവിനോട്ട് പാടുവാൻ അവസരം ഒരുക്കി മാനിക്കട്ടെ. പാട്ട് പാടിയ സിസ്റ്റർ മിൻസിയനെ ഓർത്ത് ഇന്ന് വയനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് മാത്യുവിനെ ഓർത്ത് പൈലനെ ഓർത്ത് പൈലനായിരിക്കുന്ന ഏവരെ ഓർത്ത് ഒരാൾക്ക് ശബ്ദം പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, പരിശുദ്ധ ദൈവമേ, സജീവിതാവേ, അപ്പച്ചാ സ്തോത്രം. അവിടുത്തെ പാതവിടത്തോടെ നടത്തുക അന്വേഷിപ്പച്ചാ സ്തോത്രം. സ്വർഗമേ, ഞങ്ങൾക്ക് ഒരുക്കി തന്ന വിലയേറിയ സന്ധ്യാസമയത്തിനായി കർത്താവെ നന്ദിയോടെ വായിച്ച് സ്തുതിക്കുന്നു. കഴിഞ്ഞ നല്ല പൽക്കാലം അപ്പാ ഹാലലി അവിടുത്തെ കരവരത്തിനുള്ളിൽ ഞങ്ങളെല്ലാവരും സൂക്ഷിച്ചു രക്തക്കോട്ടകളിലെ പൂജനായ സ്തോത്രം സ്തോത്രം സ്തോത്രം. പൽക്കാലത്തെ കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളുടെയും ജോലി കാര്യങ്ങളിൽ സഹോദരി സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ജോലിക്ക് പോയിരിക്കുന്നവർ പോയി കടന്നു വന്നവർ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥനയും തീവ്രമുള്ളവരും സൂക്ഷിച്ചനായ സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം കർത്താവിന്റെ പാതവിടത്തോട് പ്രളയം കുടുംബമായി ഞങ്ങൾക്ക് നടത്തു തന്നപ്പാ സ്തോത്രം. ലഭിച്ച ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിച്ച് വാഴ്ത്തുന്നു കർത്താവെ. കഴിഞ്ഞ നാളുകളൊക്കെ നടത്തിയ വിധങ്ങളെ കർത്താവെ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങളുടെ നാവിനാൽ വണ്ണിപ്പാൻ സാധ്യമല്ല. ഞങ്ങൾക്ക് ആയുസ് പോനപ്പാ സ്തോത്രം. ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ കർത്താവെ നന്ദിയുള്ള ഹൃദയത്തോടെ വാഴ്ത്തി 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 രാജാവിനെ വാഴ്ത്തി സ്തുതിക്കുന്നപ്പാ. അവിടുന്ന് അത്ഭുത മന്ത്രിയായി ഞങ്ങളോട് കൂടിയെന്ന് കർത്താവ് കരം പിടിച്ച് ഹാലലിയ മകളെ മകനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയെന്ന് ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദേഹമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹാലലിയ. അവിടുത്തെ കൃപ കൊണ്ട് അവിടുത്തെ വലത് കൈ നീട്ടി കർത്താവെ ഹാലലിയ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവിന് നന്ദി പറയാണ്. അപ്പച്ച സർവത്തിലെ ഞങ്ങളുടെ നല്ല പിതാവിന് നന്ദി പറയാണ്. സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഹാലലിയ. രക്തത്താഴ്ചയും കർത്താവെ ഞങ്ങളുടെ ദേശത്ത് ജീവനുള്ള സാക്ഷികളാക്കി മുന്നേറുവാനുള്ള കൃപ തരണം. നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാജനായി ബിജിക്കായി മമ്മിക്കായി സാന്റിനെ എക്സാവി എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപയുടെ മറ എല്ലാവരും മറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കുന്ന അല്പസമയം എടുത്ത പാതോടത്തിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. സമാധാനത്തോടെ കിടന്നിറങ്ങി കർത്താവിന്റെ വരും താമസങ്ങൾ വീണ്ടും പ്രവർത്തിച്ചിട്ട് അപ്പനെ പാടി സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താതെ ആക്കണമേ. ഏഴക്കുടമായ പൈതകളെ ശ്രദ്ധിക്കുന്നു. സർവമാനവും മഹത്വം പോയിച്ച് അപ്പത്തിന് ഒരുവനായിരിക്കും പ്രത്യാശ നിറച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തെ ചോദിക്കുന്നുണ്ടായി കേൾക്കണേ പുണ്യപിതാവേ. ആമേൻ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥന ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസിയെ കുടുംബമായി ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കുടുംബമായ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേൽ സ്വർഗം മറുപടി നൽകി മാനിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വന കഴിവിക്കായി നമ്മുടെ കാതുകളെ തിരിക്കാം. ഭയത്തോടെ നമുക്ക് വയനത്തുമ്പിലായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. വനം പഠിപ്പിക്കാനായി കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് മാത്യൂസിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എന്നെ ശ്രവിക്കുന്ന പ്രാർത്ഥനാ ലൈനിലുള്ള എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും എന്റെ സ്തോത്രവും അറിയിക്കുന്നു.
നിങ്ങൾക്ക് ഏവർക്കും എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ബഹ്റിനിലെ പ്രഭാത സമയമാണ്. നിങ്ങൾക്കവിടെ രാത്രി സമയം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സമയങ്ങളിൽ ദൈവത്തിന്റെ വചനം സദാസമയവും പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയും പ്രാർത്ഥനകൾ, ഗീതങ്ങൾ, ആരാധനകൾ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതത്തിൽ ബഹ്റിനിലെ പക്ഷികളും മൃഗജാലങ്ങളും ഉണർന്ന സൃഷ്ടാവായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പല മനുഷ്യരും ഉറങ്ങുകയാണ്. എന്നാൽ ഉണർന്നിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടിതാവായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവനെ ആരാധിക്കുന്ന, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഉച്ചത്തിൽ പ്രഘോഷിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയം വളരെ വിലയേറിയതും ശ്രേഷ്ഠവുമാണ്. ഇന്ന് രാത്രി എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ധ്യാനത്തോടും ആരാധന മനോഭാവത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ സകല അവസ്ഥകളിലും പ്രതിബന്ധങ്ങളിലും പ്രതിസന്ധികളിലും കൂടെയിരിക്കുന്നവനായ യേശുവിനെ സഹചാരിയായി നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ വലിയ ദയക്കായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. 2020 പിറന്നിട്ട് 8 മാസം കഴിഞ്ഞ് 9-ാം മാസത്തിലേക്ക് നാം പ്രവേശിച്ചു. ലോകം വലിയ പ്രതിസന്ധിയിലൂടെയും പ്രതീക്ഷിക്കാത്ത അസ്വസ്ഥതകളിലൂടെയും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക ആപത്കരമായ സാഹചര്യങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ നാം കാണുന്നു. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുന്നു. എന്നാൽ ഇതൊന്നും ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. കർത്താവ് അറിഞ്ഞു തന്നെ ലോകത്ത് സകലതും നടക്കുന്നുവല്ലോ. സർവാധികാരമുള്ള സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവത്തിന്റെ കണ്ണും അവന്റെ ദൃഷ്ടികളും അവന്റെ ഭക്തന്മാരുടെ മേലുണ്ട്. തന്റെ ഭക്തന്മാരുടെ ജീവിതവും മരണവും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. അവരെ അവൻ പുലർത്തും, പ്രതിസന്ധികളെ നിലനിർത്തും, ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ സംഗതിയാണ്. ഇന്ന് സന്ധ്യയിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവവചന ധ്യാനത്തിന്റെ ആ പ്രാധാന്യത നാം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളെ തന്നെ ഒരുക്കുകയും ചെയ്യണം. ആമുഖമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒരു പുതിയ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നിങ്ങൾ ദൈവവചന കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവവചനമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരുവാൻ തക്കവണ്ണം ഒരുക്കിയ ഇതിന്റെ ഭാരവാഹികളോടും ഇതിന്റെ ക്രമീകരണം നടത്തുന്ന എല്ലാ സഹോദരങ്ങളോടും സാജിനോടും ബിജിയോടും പ്രത്യേകിച്ച് എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുമെന്നുള്ളതിന് സംശയമില്ല. അതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നമ്മൾക്ക് ഒരുക്കാം. നമ്മളെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഞാനിത് ആമുഖമായിട്ടാണ് വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ആമുഖമായിട്ട് നിങ്ങളെ ഒന്ന് ഉറപ്പിക്കുക, നമ്മൾ പരസ്പരം ഒന്ന് ധൈര്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കും. നമ്മൾക്കറിയാം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ 16-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വചനമാണിത്. നമ്മൾ വായിച്ച് മനസ്സിൽ ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്.
കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കണം. അതെങ്ങനെ പ്രകാശിക്കണമെന്നാണ് പറയുന്നത്? നമ്മെ നോക്കുന്ന ഒരു ലോകം നമ്മുടെ മുൻപിലുണ്ട്, നമ്മെ കാണുന്ന ഒരു സമൂഹം നമ്മുടെ മുൻപിലുണ്ട്. ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് തിരുവചനം പഠിപ്പിക്കുമ്പോൾ ദൈവവചനത്തിന്റെ അനുശാസനത്തിനനുസൃതമായി ഒരു വ്യക്തി അവന്റെ ജീവിതത്തെ ക്രമീകരിച്ച് ലോകത്തിന് മുൻപിൽ തന്നെ വെളിപ്പെടുത്തണം. തങ്ങളുടെ പ്രവൃത്തികളിലൂടെ, വാക്കുകളിലൂടെ, ഇടപാടുകളിലൂടെ ഇവൻ ക്രിസ്തുവിനുള്ളവനാണെന്നും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലാണെന്നും ലോകത്തിന് മനസ്സിലാവണം. അത് നമ്മുടെ സ്വഭാവത്തിന്റെ വിശേഷമായിട്ട് മാറണം. നമുക്കറിയാം, ഒരു ചുറ്റിക നാം എടുത്തിട്ട് ഒരു കഷണം ഗ്ലാസിലും ഒരു കഷണം ഇരുമ്പിലും അടിച്ചാൽ നമ്മൾക്കറിയാം, ഗ്ലാസ് പൊട്ടിപ്പോവുകയും ഇരുമ്പ് പൊട്ടാതിരിക്കുകയും ചെയ്യും. അതൊരു ശബ്ദമുണ്ടാക്കി അല്പം ഒന്ന് ചളുങ്ങും, അത്രയേ ഉള്ളൂ സംഭവിക്കത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് നാം ചുറ്റികയെടുത്ത് എത്ര ശക്തിയോട് ആഞ്ഞടിച്ചു എന്ന കാരണം കൊണ്ടല്ല. അത് ഗ്ലാസ് പൊട്ടിപ്പോകുന്നത് ഗ്ലാസിന്റെ സ്വഭാവമായതുകൊണ്ടും ഇരുമ്പ് പൊട്ടിപ്പോകാത്ത വസ്തുവിനെ കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് അതതിൻ്റെ സവിശേഷമായ സ്വഭാവമായതുകൊണ്ടും ആണങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ ചുറ്റിക ശക്തിയായിട്ട് അടിച്ചത് കൊണ്ടോ ചുറ്റികയുടെ ബലം കൊണ്ടോ അല്ല അത് പൊട്ടുന്നത്. അപ്പോൾ ഏത് വസ്തുവിനാൽ അത് നിർമ്മിക്കപ്പെട്ടു എന്നതിനെ ആശ്രയിച്ചാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങളാകുന്ന ചുറ്റികകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ എങ്ങനെ നാം പ്രതികരിക്കുന്നു, എങ്ങനെ നമ്മുടെ ജീവിതം നിലനിർത്തുന്നു എന്ന് സ്പഷ്ടമാക്കുന്നത് നമ്മുടെ സ്വഭാവം കൊണ്ടാണ്. ഗ്ലാസ് പോലെ പൊട്ടിത്തകർന്നു പോകുന്നവരോ അതോ ഇരുമ്പ് പോലെ നിലനിൽക്കുന്ന സ്വഭാവമുള്ളവരോ ആണോ എന്ന് നാം പരിശോധിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ കർത്താവിനെ മഹത്വപ്പെടുന്നവരായിട്ട് മാറുവാൻ നാം പരിശ്രമിക്കട്ടെ. നമ്മുടെ പ്രവൃത്തികളെ കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിവാൻ ഇടയാവണം. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇന്ന് വലിയ വെളിച്ചങ്ങളുടെ ലോകത്ത് മനുഷ്യൻ ജീവിക്കുകയാണ്. വെളിച്ചത്തിന് കുറവൊന്നുമല്ല. എന്നാൽ തങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ വളരെ കുറവാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലോകവുമായിട്ടങ്ങ് അലിഞ്ഞുപോയി, ലോകവുമായിട്ടങ്ങ് ലയിച്ചുപോയി. ഒരു പ്രകടമായ മാറ്റങ്ങളില്ലാത്ത ജഡീക ജീവിതം. ആത്മീയനാണെന്ന് അവകാശപ്പെടുന്നവരും ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടവരും ജഡത്തിന്റെ സ്വഭാവങ്ങൾക്ക് അധീനരായി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തതയില്ലാത്ത ഒരു ലോകപരമായ ജീവിതം ജീവിക്കുമ്പോൾ ജഡീകനാണോ ആത്മീയനാണോ എന്ന് വിവിച്ഛേദിച്ച് അറിയുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സമ്മിശ്ര സംസ്കാരം ഇന്ന് ആത്മീയ ലോകത്ത് ഉടലെടുത്തിരിക്കുന്നു. അതിന്റെ മധ്യത്തിൽ യഥാർത്ഥ വിശ്വാസിയായി ഒരു നല്ല കറതീർന്ന ആത്മീയനായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചത് ഒരു യുദ്ധത്തിന് സമാനമായ ജീവിത പ്രക്രിയയാണ്. അങ്ങനെയുള്ള ഒരു യുദ്ധകളത്തിൽ നാം പോരാടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തി നമ്മൾക്ക് ആവശ്യമാണ്. ആ ദൈവ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ നമ്മൾക്ക് നിലനിൽപ്പാൻ സാധ്യമാവുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ വെളിച്ചമായി നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ട് ലോകം നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അനേകർ കർത്താവിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഈ പ്രെയർ ലൈനിലൂടെ എന്നെ ശ്രവിക്കുന്ന നമ്മളേവരും ദീർഘകാലങ്ങളായി കർത്താവിനെ അറിഞ്ഞവരാണ്. ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ ഒരു പഴയ മനുഷ്യന്റെ കാലം നമ്മൾക്കുണ്ടായിരുന്നു.
അതിൽ നിന്ന് വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ വിളിക്കുകയും അവന്റെ രക്ഷണ പ്രവൃത്തിയിലൂടെ, രക്ഷാകരമായ കാൽവരി യാഗത്തിലൂടെ നാം ഏവരും ദൈവമക്കളായി തീരുകയും അബ്ബാ പിതാവി എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ അവകാശം ലഭിച്ച് ദൈവമക്കളായി ജീവിപ്പാനുള്ള അവകാശം കർത്താവ് നമ്മൾക്ക് തന്നു. എത്ര ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചു ചേർത്തു. എന്നാൽ ഇന്ന് പലരും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നുവെങ്കിലും ദൈവമക്കളായി ജീവിക്കുന്നുവെങ്കിൽ തന്നെയും വളരെ ലാഘവമായിട്ട് ജീവിതത്തെ കാണുന്നു. വലിയ വില കൊടുത്ത് സമ്പാദിച്ച നമ്മുടെ രക്ഷ ലാഘവമായിട്ട് ജീവിച്ചു തീർക്കേണ്ട ഒന്നല്ല. കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നതാണ് ഈ ആത്മരക്ഷ. നമ്മെ ഈ രക്ഷാമാർഗത്തിലേക്ക് തിരിച്ചുവിട്ടതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ കർത്താവാണ്. ആയതിനാൽ വിശ്വാസികൾ വളരെ ശ്രദ്ധാലുക്കളായി ജീവിച്ചെങ്കിൽ മാത്രമേ ഈ പോരാട്ടത്തിൽ, ഈ യുദ്ധകളത്തിൽ നമുക്ക് ജയമുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു പോരാട്ടത്തിൽ നാം നേരിടേണ്ട പല യുദ്ധരീതികളുണ്ട്. ഈ അടർക്കളത്തിൽ ജയിക്കുന്നതിന് നമ്മൾക്ക് ധാരാളം വസ്തുക്കളെ, ധാരാളം സവിശേഷമായ ഉപദേശങ്ങളെ ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതിനെ ധരിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിൽ ജയിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. നാം ഒരു യുദ്ധക്കളത്തിലാണെന്നും നമ്മുടെ പ്രതിയോഗികൾ ആരെല്ലാമാണെന്നും കൂടാതെ ശത്രുവിന്റെ യുദ്ധതന്ത്രങ്ങളെ നേരിടാൻ നാം എത്രമാത്രം ഒരുക്കത്തോടും കരുതലോടും കൂടെ പടവെട്ടണമെന്നും നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾക്ക് ഒരുങ്ങാൻ പ്രിയരെയും. നമ്മുടെ ലക്ഷ്യം ആത്യന്തികമായി നിത്യതയാണ്. എന്നാ പ്രിയ സഹോദരി പാടിയതുപോലെ, നിത്യത ഓർക്കുമ്പോൾ, നിത്യതയെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ചിന്ത വരുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതിന് സംശയമുണ്ട്. നിത്യതയുടെ മഹത്വത്തെക്കുറിച്ച് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നും നടക്കുന്നില്ല. നിത്യതയിലുള്ള സന്തോഷത്തെക്കുറിച്ചും നിത്യതയിൽ നമ്മൾ കർത്താവിനോടുകൂടി ആയിരിക്കുന്ന ആ മനോഹരമായ അവസ്ഥയെക്കുറിച്ചും അവിടെ കോടാനകോടി നിത്യയുഗം കർത്താവിനോടുകൂടെ വാഴേണ്ട ആ അവസ്ഥയെക്കുറിച്ചുമൊക്കെ യഥാർത്ഥമായിട്ട് വിശ്വാസികൾ, മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ട്രെയിനിങ് പീരീഡിൽ നാം നമ്മളെ തന്നെ ഒരുക്കുകയും ആ യുദ്ധത്തിന് നാം തയ്യാറാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയരെ, ഈ യുദ്ധക്കളത്തിൽ നാം ഒരുമിച്ച് പടവെട്ടുവാൻ ഇറങ്ങിത്തിരിച്ചവരാണ്. അംഗം ജയിക്കുവാൻ വേണ്ടി ഇറങ്ങിയവരാണ്. ഓട്ടക്കളത്തിൽ ഓടി വിരുദ് പ്രാപിപ്പാൻ വേണ്ടി ഇറങ്ങിയവരാണ്. ഇടയ്ക്ക് ഓട്ടം നിർത്തിയിട്ട് തളർന്നു വീണ് തകർന്നു പോകുവാനായിട്ട് ഈ പോരാട്ടക്കളത്തിൽ ഇറങ്ങിയവരല്ല. അതുകൊണ്ട് നമ്മൾക്ക് നമ്മളെ തന്നെ ഒരുക്കാം, നമ്മളെ തന്നെ അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നു മുതൽ നമ്മളൊരു പുതിയ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അത് പ്രത്യേകിച്ച് ഈ ദൈവവചന ധ്യാനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴും അതേക്കുറിച്ച് സംസാരിച്ചപ്പോഴും കഴിഞ്ഞ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ശക്തമായ ഒരു ചിന്തയാണ് ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടം. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ നാം ഇത് പഠിക്കുന്നുണ്ട്. റോമാലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഒക്കെ ഈ പോരാട്ടങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കും. ഈ ആത്മീയ യുദ്ധത്തെക്കുറിച്ച്, ഈ പോരാട്ടത്തെക്കുറിച്ച് നാം എത്രത്തോളം ജാഗരൂകരായി നമ്മുടെ ജീവിതം നയിക്കണം എന്നുള്ളതും, ഈ യുദ്ധക്കുളത്തിൽ നമ്മോട് പോരാടുന്നത് ആരാണെന്നും അത് തിരിച്ചറിയുവാനും നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമെന്നുള്ളതിന് സംശയമില്ല. നമ്മൾക്കറിയാം, ഈ ആത്മീയ ജീവിതം ഒരു കളിക്കളമല്ല, ഒരു യുദ്ധഭൂമിയാണ്. ആ യുദ്ധത്തിൽ ഒരു പോരാട്ടമുണ്ട്, പോരാടുന്ന ശത്രുവുമുണ്ട്. നമ്മൾക്കറിയാം, ഒരിക്കൽ നമ്മൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഈ ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്ന ഒരു കാലമുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണും. ഒരിക്കൽ അന്ധകാരത്തിന്റെ അധിപതിയുടെ രാജ്യത്തിലെ പ്രജകളായിരുന്ന നമ്മെ ദൈവം
ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു എന്ന് കൊലോസ്യ ലേഖനം 1:12 വായിക്കുന്നു. അപ്പോൾ ഒരിക്കൽ അന്ധകാരത്തിന്റെ രാജ്യത്തിലെ പ്രജകളായിരുന്ന നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്നേഹസ്വരൂപനായ കർത്താവിന്റെ രാജ്യത്തിലെ അംഗങ്ങളാണ്. പക്ഷേ ഈ വിമോചനം നമ്മുടെ നടന്നുവെങ്കിലും നമ്മുടെ പോരാട്ടം അവസാനിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ ആത്മാവിനോട് പോരാടിക്കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികൾ ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നാം മറന്നുപോകാതെ നമ്മുടെ ജീവിതത്തെ ധൈര്യത്തോടുകൂടെ നേരിടണമെങ്കിൽ ഒരു കാര്യം നിശ്ചയമാണ്, ഈ യുദ്ധത്തിൽ നമുക്ക് ജയം നേടണമെന്നുണ്ടെങ്കിൽ ശത്രുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് അനിവാര്യമാണ്. ശത്രു ആരാണെന്നറിയണ്ടേ, അവന്റെ ശക്തി എന്താണെന്നറിയണ്ടേ, അതിനെല്ലാം ഉപരിയായിട്ട് അവന്റെ തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം. ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ അവനെ തകർക്കുവാൻ നോക്കിയിരിക്കുന്ന ശത്രുവിനെയും അവന്റെ യുദ്ധരീതികളെയും അവന്റെ തന്ത്രങ്ങളെയും ഈ യുദ്ധത്തിൽ നാം എങ്ങനെ പോരാടണമെന്നും ആ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്നും നാം നിശ്ചയമായിട്ടും പഠിക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യണം. അതിനായിട്ട് കർത്താവ് നമ്മളെ ഒരുക്കും എന്നുള്ളതിന് സംശയമില്ല. ഞാൻ ആമുഖമായിട്ട് സംസാരിക്കുവാൻ പോകുന്ന വരും ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾക്കറിയാം, പിശാച് നമ്മുടെ പ്രതിയോഗിയാണ്. എന്നാൽ നമ്മുടെ മുൻപിൽ നേരിട്ട് പിശാച് വന്ന് ഞാനാണ് പിശാച്, നിങ്ങളെ തെറ്റിക്കാൻ വന്നവനാണെന്ന് എല്ലാ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒന്നും വന്ന് പറഞ്ഞ് തന്റെ ദൗത്യം നിർവഹിക്കാനായിട്ട് അവൻ അങ്ങനെ മുൻപിൽ വരികയില്ല എന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാം. നമ്മൾക്കറിയാം അവനൊരു വലിയ ദൗത്യമുണ്ട്. എന്താണ് അവന്റെ ദൗത്യം? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ വീഴിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും വിവിധ മാധ്യമങ്ങളിലൂടെ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലിന്റെ ശരീരത്തെയും കണ്ണിനെയും മനസ്സിനെയും ചതിച്ച് ഈ പോരാട്ടത്തിൽ തകർക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടെ അവന്റെ ജൈത്രയാത്ര തുടരുമ്പോൾ ഈ ലോകത്തെയും ജഡത്തെയും ഒക്കെ നല്ല സുന്ദരൻ കുപ്പായങ്ങൾ അണിയിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് അവൻ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. അവന് ചെയ്യാനുള്ളത് ലോകത്തെയും ജഡത്തെയും കൊണ്ട് ചെയ്യിച്ച് നമ്മുടെ വിരുത് തെറ്റിച്ച് കളയുവാനായിട്ട് അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും അവന് നുഴഞ്ഞു കയറാനുള്ള വാതിലുകളാണെന്ന് തിരിച്ചറിഞ്ഞ് ഏതൊക്കെ രീതിയിൽ ഒരു വിശ്വാസിയെ തകർത്ത് കളയാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ഈ പോരാട്ടത്തിൽ നയിക്കണം, നാം വിജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും കർത്താവ് ആഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾക്കൊരുങ്ങാം. ഈ ദൈവവചന ധ്യാനത്തിലൂടെ പഠനത്തിലൂടെ അനേക ജീവിതങ്ങൾ, ഈ ദൈവവചന ധ്യാനം ശ്രവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവമക്കൾ, മറ്റുള്ളവർ അനേകർ യഥാർത്ഥമായിട്ട് ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഒരുക്കപ്പെടുന്നവരായി ജീവിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുൻപ്, ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്നെ സ്പർശിച്ച പൗലോസ് അപ്പോസ്തലന്റെ ചില വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ദൈവവചന ധ്യാനത്തിലും പഠനത്തിലും എന്നെ ശക്തമായിട്ട് സ്വാധീനിച്ച വ്യക്തിത്വമാണ് അപ്പോസ്തലനായ പൗലോസ്. കൊരിന്ത്യ ലേഖനം 9 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പ്രിയരെ, പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം അറിയിക്കുന്നതിൽ ഒരു കടക്കാരനായിരുന്നു. ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കാനുള്ള തന്റെ ആത്മഭാരത്തെ വെളിപ്പെടുത്തുന്ന വാക്കുകളാണ്
ഞാൻ കടക്കാരൻ എന്ന് പറയുമ്പോൾ പൗലോസിന്റെ ഈ കടത്തെ പറ്റിയുള്ള ബോധ്യം ജാതികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന ചിന്തയുടെ ഫലമല്ല, പ്രത്യുത തന്റെ വീണ്ടെടുപ്പുകാരനോടുള്ള കടപ്പാടിന്റെ ബോധ്യത്താൽ ഫലമാണ്. ആ ബോധ്യത്തിന്റെ ഫലമാണ്. സുവിശേഷ സംബന്ധമായ തന്റെ കടം മുഴുവൻ വീട്ടി എന്ന കൃതാർത്ഥതയോടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലോകം വിട്ടുപോയത്. പ്രിയരെ, സംവത്സരങ്ങളായി നമ്മൾ ദൈവമക്കളാണ്. എത്രയോ കാലങ്ങളായിട്ട് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്നാൽ വളരെ ദുഃഖകരമായ ഒരു വസ്തുത, സുവിശേഷം അറിയിക്കുന്നതിൽ ഇന്ന് നമ്മൾ കടക്കാരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവവചനം പ്രസംഗിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നതിൽ ഇന്നത്തെ ആത്മീയ ലോകം അലസത കാണിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ മേലൊരു കടം കിടക്കുകയാണ്. കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതമൊന്ന് പേജുകൾ മറിച്ച് നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, കർത്താവെ, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ഇത്ര സംവത്സരങ്ങളായിട്ടുള്ള ജീവിത യാത്ര കൊണ്ട് സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ശ്രദ്ധാലുവായിരുന്നു. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എത്ര പേരെ സുവിശേഷം അറിയിക്കുന്നതിൽ നേടുവാൻ, പ്രചോദിപ്പിക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് കഴിഞ്ഞു? ആ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നുണ്ടോ? എനിക്കത് അറിയിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അയ്യോ കഷ്ടം, എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ള ഭാരം നമ്മുടെ മനസ്സിലുണ്ടോ? ഇന്നത്തെ തലമുറയിൽ ഞാൻ വളരെ ദുഃഖത്തോടു കൂടെ പറയട്ടെ, ചടങ്ങുകളായിട്ട് ആരാധനകളും സുവിശേഷ പ്രവർത്തനങ്ങളും മാറുമ്പോൾ, പ്രാർത്ഥനകൾ മാറുമ്പോൾ, കുടുംബ പ്രാർത്ഥനകൾ മാറുമ്പോൾ, സുവിശേഷം അറിയിക്കുക എന്നുള്ള ഭാരം ഏറ്റെടുത്തുകൊണ്ട് വീണ്ടെടുപ്പുകാരനോടുള്ള കടം വീട്ടുവാനുള്ള ബോധ്യത്തോടുകൂടെ സുവിശേഷം അറിയിക്കുന്നതിൽ വളരെ കുറച്ചു പേർ മാത്രമേ അത് ഏറ്റെടുക്കുന്നുള്ളൂ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം വേദനയോടുകൂടെ, കഷ്ടപ്പാടോടുകൂടെ, ഭാരത്തോടുകൂടെ അറിയിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം നമ്മുടെ ജീവിതം അങ്ങനെ ആവേണ്ടതാണ്. നാം എന്തുകൊണ്ട് ഈ ജഡീക പോരാട്ടത്തിൽ, ഈ യുദ്ധക്കളത്തിൽ വിജയിക്കണം എന്നുള്ളതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം സുവിശേഷം അറിയിക്കുക എന്നതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ പോരാട്ടത്തിൽ നാം വിജയിക്കുന്നില്ല എങ്കിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടെ നാം അലസത കാണിക്കുകയാണ്. അപ്പോൾ സുവിശേഷം അറിയിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യത്തെ തകർത്ത് കളയുവാനാണ് ശത്രു, പിശാച് നോക്കുന്നത്. ആ സുവിശേഷം അറിയിക്കുന്നതിൽ പൗലോസ് പ്രശംസനീയമായ രീതിയിൽ തന്റെ ജീവിതത്തെ നയിച്ചു എന്നുള്ളതാണ്. എന്നെ ശക്തമായിട്ട് സ്വാധീനിച്ചത് പൗലോസ് അപ്പോസ്തലന്റെ ആ സമർപ്പണമാണ്. നമ്മൾക്കറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ യാത്രകളിലൂടെയൊക്കെ അവസാനം റോമയിലേക്കും സുവിശേഷം അറിയിപ്പാൻ ഒരുക്കപ്പെട്ടപ്പോൾ തന്റെ കർത്തവ്യ നിർവഹണത്തിലുള്ള തന്റെ വ്യഗ്രത അവിടെ കാണിക്കുകയാണ്. ഒരോട്ടക്കാരന്റെ തീക്ഷ്ണമായ ശ്വാസോച്ഛ്വാസം നമ്മൾക്കറിയാം. ഒരോട്ടക്കാരൻ ഓടിക്കഴിഞ്ഞിട്ട്, നമ്മൾ ഒരു 100 മീറ്റർ ഓട്ടം കഴിഞ്ഞ ഒരു ഓട്ടക്കാരന്റെ അടുത്തേക്ക് ഒന്ന് ചെന്ന് നിന്നാൽ നമ്മൾക്ക് അവന്റെ ശ്വാസത്തിന്റെ തീക്ഷ്ണമായ ശ്വാസോച്ഛ്വാസത്തിന്റെ ആ നിശ്വാസങ്ങൾ നമ്മൾക്ക് കേൾക്കാം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഓട്ടം തികച്ചവന്റെ ആ ഒരു പ്രതീതിയാണ്. പൗലോസ് അപ്പോസ്തലന്റെ തീക്ഷ്ണമായ സുവിശേഷ യാത്രയുടെ ദൗത്യത്തിന്റെ ആ യാത്രകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായി ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഓടിയ ഒരു വ്യക്തിത്വത്തെ നമ്മൾക്കൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവകൃപയുടെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനുള്ള പൗലോസിന്റെ അത്യുഗ്രമായ വികാരം, ആ വികാര തീവ്രമായ പ്രസംഗമാണ് തന്റെ ശുശ്രൂഷയുടെ വിജയം എന്നുള്ളത്. ലോകം മുഴുവനും നമ്മൾക്കറിയാം മഹാന്മാരെ കുറിച്ചും വീരന്മാരെ കുറിച്ചും ഒക്കെ സംസാരിക്കും. എന്നാൽ മുഴു ചരിത്രത്തിലും സുവിശേഷം അറിയിച്ച പൗലോസിനെ പോലെ ഒരാളെ നമുക്ക് കാണുവാൻ സാധിക്കുമോ?
അലക്സാണ്ടറും സീസറും നെപ്പോളിയനും ഒക്കെ തങ്ങളുടെ ഹിതം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് തങ്ങളുടെ സൈന്യബലം കൊണ്ട് മാർച്ച് ചെയ്തു. പൗലോസാകട്ടെ യേശുക്രിസ്തുവിനോട് മാത്രം ലോകത്തിന്റെ കേന്ദ്രമായ റോമിലേക്ക് തിരുവചനവുമായിട്ട് പോയത് ഒരു കപ്പൽ ഛേദത്തിലൂടെയാണ്. എന്തൊരു അത്ഭുതകരമായ കഥ! അവിടെ 2 വർഷത്തോളം കൂലിക്ക് വാങ്ങിയ വീട്ടിൽ താമസിച്ച് തന്റെ അടുക്കൽ വരുന്നവരെല്ലാം സ്വീകരിച്ച് തന്റെ സന്ദേശം റോമാ സാമ്രാജ്യം മുഴുവൻ കൈസറുടെ അരമനയോളം വ്യാപിച്ച് മുന്നേറി. കാരണം കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടപ്പെടുവാനും വേണ്ടി വന്നാൽ മരിക്കുവാനും അപ്പസ്തോലൻ ഒരുക്കമായിരുന്നു. നമ്മൾക്കറിയാം, അദ്ദേഹം പറയുകയാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലോസ് പറയുകയാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് അറിയിക്കുന്നില്ലെങ്കിൽ ഞാൻ കടക്കാരൻ. പ്രിയരെ, നമ്മുടെ ജീവിതം, ഈ പോരാട്ടം, ഈ യുദ്ധക്കളം, ഇവിടെയെല്ലാം നാം നിലനിൽക്കേണ്ടതും നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും സുവിശേഷം അറിയിക്കുന്നതിൽ, അത് ഏത് മാധ്യമത്തിലൂടെയും ഏത് വിധത്തിലൂടെയും ആയിക്കൊള്ളട്ടെ. വില്ലി ഗ്രഹാമിനെയും റെയ്നാർഡ് ബോങ്കയെയും പൗലോസ് അപ്പോസ്തലനെ പോലെയോ തിമോത്തിയോസിനെ പോലെയോ ഒന്നും നമ്മൾക്ക് ആവാൻ കഴിയത്തില്ല. നാം ആയേ മതിയാവത്തുള്ളൂ. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത്, കർത്താവിനെ അറിഞ്ഞ നാൾ മുതലുള്ള ഇത്രത്തോളം സംവത്സരങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നാം ചിന്തിക്കണം, നമ്മൾക്ക് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട്, നമുക്ക് ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്, ജോലിയുണ്ട്, നല്ല മക്കളെ തന്നു, സന്തോഷകരമായ ജീവിതം തന്നു, നമ്മുടെ ഭവനങ്ങളിൽ നാം അടയ്ക്കപ്പെട്ടവരായി ചടങ്ങുകൾ പോലെയുള്ള ആരാധനകളും പ്രാർത്ഥനയും നടന്നീ കഴിഞ്ഞ് നമ്മുടെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? അതോ സുവിശേഷത്തെ അറിയിക്കുന്നതിനെ കുറിച്ച് ഒരു ആത്മഭാരം നമ്മളിലുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇതിന്റെ പശ്ചാത്തലമൊക്കെ നാം മനസ്സിലാക്കണം. നമ്മൾക്കറിയാം, ഫിലിപ്പിയ ജയിലിൽ പൗലോസ് അടയ്ക്കപ്പെട്ടു. തെസ്സലോനിക്കയിൽ പൗലോസിനെ ആട്ടി ഓടിച്ചു. ബെരോവയിൽ നിന്ന് പൗലോസിനെ ഒളിച്ചു കടത്തപ്പെട്ടു. അഥേനയിൽ വെച്ച് പൗലോസ് പരിഹസിക്കപ്പെട്ടു. കൊരിന്തിൽ അവന്റെ സന്ദേശം യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വവുമായിരുന്നു. എന്നിട്ടും പൗലോസ് പറയുകയാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. നമ്മൾക്കറിയാം പ്രിയരെ, പൗലോസിന്റെ ജീവിതയാത്രയിൽ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് ലജ്ജിച്ചില്ല. സുവിശേഷ നിമിത്തമുള്ള കഷ്ടങ്ങളെക്കുറിച്ചും പൗലോസ് ലജ്ജിച്ചില്ല. തിമോത്തിയോസ് കർത്താവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിച്ചില്ല. ഒനോസിഫരോസ് പൗലോസിന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിച്ചില്ല. അങ്ങനെ ഇവരെല്ലാം ലജ്ജിപ്പാൻ ആവശ്യമില്ലാത്ത വേലക്കാരായിരുന്നു. പ്രിയരെ, ഈ ദിവസങ്ങളിൽ സുവിശേഷത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറ പോലും ലോകപരമായ കാര്യങ്ങളിൽ ഇന്ന് ലോകവുമായിട്ട് അല്ലാതെ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ലോകവുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പുതിയ സമൂഹമാണെന്ന് ആത്മീയരുടെ മക്കളും തലമുറകളും പലരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ലോകത്തിന്റെ ഇടയിൽ പോയി കഴിയുമ്പോൾ ലോകത്തെ പോലെയാകുകയാണ്. സുവിശേഷം ഒന്ന് പറയുവാൻ പോലും ലജ്ജിക്കുന്ന ഒരു സമൂഹം, മറ്റുള്ളവരോട് ദീർഘകാലം കൂടെ നടന്നിട്ട് പോലും യേശു ആരാണെന്ന് ഒരിക്കൽ പോലും ഒന്ന് പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. പ്രിയരെ, പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം സുവിശേഷം അറിയിപ്പാനുള്ളൊരു ജീവിതമായിരുന്നു. നമ്മൾ എടുക്കുന്ന വിഷയത്തിൽ ആധികാരികമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്, അന്തർലീനമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചും ഈ പോരാട്ടത്തിലുള്ള ശത്രുവിനെക്കുറിച്ചും ശത്രുവിന്റെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും അതിനെ എങ്ങനെ നാം അതിജീവിക്കണമെന്നും ഒക്കെ നാം പഠിക്കുമ്പോൾ തന്നെ ഇതെല്ലാം പഠിക്കുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. കർത്താവിന്റെ ആത്യന്തികമായ കൽപ്പനയും അതായിരുന്നല്ലോ പ്രിയരെ. ലോകം മുഴുവനും കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ഓരോ മനുഷ്യനും ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ദൗത്യം നാം ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജഡത്തിലും ആത്മാവിലും നാം സ്വാതന്ത്ര്യം പ്രാപിക്കണം, ഒരുക്കപ്പെടണം. ഈ പോരാട്ടത്തിൽ, ഈ യുദ്ധത്തിൽ നാം വിജയിക്കണം. അങ്ങനെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോരാട്ടത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ഈ പോരാട്ടത്തിലുള്ള ശത്രുവിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അവന്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും അതിന് നാം ഒരുക്കപ്പെടണം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.
ഈ വരും ദിവസങ്ങളിൽ നമ്മുടെ വചനധ്യാനത്തിലൂടെ, നമ്മുടെ ചിന്തയിലൂടെ കർത്താവ് നമ്മെ ഏവരെയും കുറച്ചുകൂടെ ശക്തരാക്കി മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഈ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഒരുക്കപ്പെടുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ചില പ്രസ്താവനകൾ 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതൽ നമ്മൾ താഴോട്ട് 27 വരെ പഠിക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകമായി നടത്തുന്ന ചില പ്രസ്താവനകളുണ്ട്. പ്രിയരെ, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. നമ്മൾ 18-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ സുവിശേഷ ദൗത്യം ഏറ്റെടുത്തതിനു ശേഷം പൗലോസ് സ്വതന്ത്രനാണെങ്കിൽ തന്നെയും 19-ാം വാക്യത്തിൽ പറയുകയാണ്, അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. അപ്പോൾ സ്വതന്ത്രനായിരുന്നവൻ എന്തായി? ദാസനായി. എന്തിനു വേണ്ടി? ചിലരെ നേടേണ്ടതിന്, സുവിശേഷത്തിലൂടെ ചിലരെ നേടേണ്ടതിന് സ്വതന്ത്രനായവൻ ആരായിത്തീർന്നു? ദാസനായിത്തീർന്നു. എന്ത്? സുവിശേഷത്തിൽ ചിലരെ അധികം പേരെ നേടേണ്ടതിന്. 20-ാം വാക്യത്തിൽ പറയുകയാണ്, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. അപ്പോൾ അതിനുശേഷം പറയുകയാണ്, ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. എന്നിട്ട് 22-ാം വാക്യം പറയുന്നു, ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. പ്രിയരെ, ആ വചനഭാഗത്ത് നിന്നുകൊണ്ട് നാം ഒന്ന് ശ്രദ്ധിച്ചേ. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് നമ്മുടെ ദൗത്യം അതാണ്. നാം ഈ ദൈവവചന ധ്യാനം നടത്തുന്നതും സുവിശേഷം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആത്യന്തികമായ ഒരേ ഒരു ലക്ഷ്യമാണ്. എന്താണ്? നാം നിത്യത ഉറപ്പിച്ചുവെങ്കിലും അത് ഉറപ്പിക്കാത്ത ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. നിത്യനാശത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. ആ സമൂഹത്തെ നേടേണ്ടതിന് നാം ചിലർക്കൊക്കെ ചിലതായിത്തീരണം. അതാകണമെന്നുണ്ടെങ്കിൽ നാം ആയിരിക്കുന്ന നമ്മുടെ അവസ്ഥകളൊന്ന് മാറണം. ചിലപ്പോൾ നാം സ്വതന്ത്രരും ശക്തിയുള്ളവരുമൊക്കെ ആണെങ്കിലും ചിലപ്പോൾ നാം ദാസരായി തീരേണ്ട അവസ്ഥ വരും. മറ്റുള്ളവരെ നേടേണ്ടതിന് അവരെ പോലെ ആയിത്തീരേണ്ട അവസ്ഥകളായി ഉണ്ടായിരിക്കാം. ബലഹീനനായി പോകുന്ന അവസ്ഥകളുണ്ടാവാം. അപ്പോൾ സുവിശേഷ നിമിത്തം ചിലരെ നേടേണ്ടതിന് നാം എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീർന്നേ മതിയാവൂ. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ തന്നെ ആയിരിക്കുകയാണ്. സുവിശേഷ നിമിത്തം മറ്റുള്ളവരെ നമ്മൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ നാം ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റത്തിന് തയ്യാറായ മതിയാവും. അത് മാറണമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധക്കളത്തിൽ നമ്മുടെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് ജഡത്തെ അതിജീവിച്ചുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരുക്കമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ വക്താക്കളാക്കി നാം മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ സമ്പൂർണമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ രൂപാന്തരം സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുന്നവന് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജ ഉണ്ടാവുന്നില്ല. അവന്റെ കടത്തെക്കുറിച്ച് അവൻ ബോധ്യമുള്ളവനാകുകയും അവൻ സുവിശേഷ നിമിത്തം ചിലരെ രക്ഷിക്കേണ്ടതിന് എല്ലാവർക്കും എല്ലാമായി തീരുന്ന സവിശേഷമായ സുവിശേഷത്തിന്റെ പങ്കാളിയായി മാറുന്നു. അങ്ങനെ 23-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന്
ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. അപ്പോൾ നാം ചെയ്യുന്ന സകലതും സുവിശേഷത്തിന് വേണ്ടിയാണ്. സുവിശേഷം അറിയിക്കുക എന്നുള്ള ഏക ദൗത്യത്തിൽ നാം സുവിശേഷത്തിന്റെ പങ്കാളിയാകേണ്ടതിന് സകല പ്രവൃത്തികളും സുവിശേഷ നിമിത്തം ചെയ്യണം. ലോകരക്ഷകനായ യേശു ക്രിസ്തു അധമപാപികളായിരുന്ന മനുഷ്യനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന മനുഷ്യനായി ജീവിച്ച് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അവൻ ലോകരക്ഷകനായ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തി തന്റെ ജീവിതം കൊണ്ട് ദൈവരാജ്യത്തെ പ്രസ്താവിച്ച് കാൽവരിയിലെ മഹാസഹനത്തിലൂടെ പിശാചിന്റെ തന്ത്രങ്ങളെ കാൽവരിയിൽ തകർത്ത് രക്ഷണ്യ സുവിശേഷം പ്രസംഗിച്ച് സകല മനുഷ്യനെയും പാപത്തിൽ നിന്ന് വിടുവിച്ച് നിത്യ രാജ്യത്തിന്റെ അവകാശികളാക്കി തീർത്ത ആ സുവിശേഷം ലോകം മുഴുവനും പ്രസംഗിക്കുവാൻ തക്കവണ്ണം, പ്രസ്താവിപ്പാൻ തക്കവണ്ണം നാം കടപ്പെട്ടവരാണ്. അതിനുവേണ്ടി നാം എന്തെങ്കിലും ഒക്കെ ഒന്നായിത്തീർന്നേ മതിയാവോ? അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി നാം എല്ലാവർക്കും എല്ലാമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേ മതിയാവത്തുള്ളൂ. നാം ആയിരിക്കുന്ന സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ നേടാമെന്ന് നമ്മൾ കരുതുവാൻ പറ്റില്ല. നമ്മുടെ അധികാരം ഇരുന്നുകൊണ്ട് നമുക്ക് നേടുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നമ്മുടെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരെയും നേടുവാൻ സാധിക്കത്തില്ല. ബലഹീനന്മാരെ നേടേണ്ടതിന് നാം ബലഹീനനായി തീർന്ന്, സ്വതന്ത്രനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദാസനായി തീർന്ന് സുവിശേഷ നിമിത്തം എല്ലാവർക്കും എല്ലാമായി തീരുന്ന സവിശേഷമായ ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ ജീവിതം വന്നുവെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആരെയെങ്കിലും ഒന്ന് നേടുവാൻ സാധിക്കത്തുള്ളൂ. പ്രിയരെ, നമ്മൾക്കൊന്ന് പരിശോധിക്കാം ഇന്ന് രാത്രിയിൽ. കർത്താവേ, എൻ്റെ ജീവിതം കൊണ്ട് ഞാനൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ സുവിശേഷ യാത്രയിൽ കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കണ്ണിൽ കണ്ണുനീരുണ്ട്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട്, മറ്റുള്ളവരെ ഞാൻ സഹായിക്കുന്നുണ്ട്, അതിഥി സൽക്കാരം നടത്തുന്നുണ്ട്, അവിടുത്തെ ഞാൻ കൽപ്പനകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ആചരിപ്പാൻ താല്പര്യപ്പെടുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കർത്താവ് നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ആ സുവിശേഷം അറിയിക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടെ നമ്മെ തന്നെ ഒരുക്കിയെടുക്കുക എന്നുള്ള പ്രക്രിയയാണ് ഈ ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത്. അതിൽ നമ്മെ തന്നെ ഒരുക്കിയെടുപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഈ വരും ദിവസങ്ങളിൽ നമ്മൾക്ക് അതിനായിട്ട് ഒരുങ്ങാം. പ്രിയരെ, 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതെന്ന് തന്നെ. പ്രിയരെ, നമ്മുടെ ഓട്ടം ലക്ഷ്യമില്ലാത്ത ഒരു ഓട്ടമല്ല, വിരുദ് പ്രാപിപ്പാനുള്ളൊരു ഓട്ടമാണ്. ആ വിരുദ് പ്രാപിപ്പാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഓട്ടത്തിൽ ചില കാര്യങ്ങളിലേക്ക് വർജനം ആചരിക്കണം. ഈ ലോകത്തിലുള്ള സകലരും ലോകപരമായ സിംഹാസനങ്ങളും കിരീടങ്ങളും നേടുവാൻ ഓടുമ്പോൾ അതെല്ലാം തകർന്നു പോകുന്നതും ഇല്ലാതാകുന്നതും വാടുന്നതുമായ കിരീടങ്ങളാകുമ്പോൾ നാമോ വാടാതിനു വേണ്ടി ഓടുകയാണ്. അത് പ്രാപിക്കേണ്ടതിനുള്ള നമ്മുടെ ഈ ഓട്ടത്തിൽ ഇടറി വീണു പോകുവാൻ ഇടയാവാതെ, ജഡമോഹത്തിന്റെ, കൺമോഹത്തിന്റെ, ജീവനത്തിന്റെ പ്രതാപത്തിന്റെ ഈ ലാവണ്യമായ അനുഭവങ്ങളിൽ വീണുപോയി തകർന്നു പോകാൻ ഇടയാവാതെ വാടാൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയുള്ള നമ്മുടെ ഓട്ടക്കളത്തിൽ ദുഷ്ടന്റെ തന്ത്രങ്ങളെ നേരിട്ടുകൊണ്ട്, ജഡത്തെ അതിജീവിച്ചുകൊണ്ട്, രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന അത്ഭുതകരമായ പ്രിയപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്നു. 26-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. എന്ത് തീവ്രമായ വാക്കുകളാണ് പ്രിയരെ! ഒരു നിശ്ചയമുള്ളവന്റെ,
ലക്ഷ്യബോധമുള്ളവന്റെ ശക്തമായ വാക്കുകൾ. അതുകൊണ്ട് പ്രിയരെ, നാമും എന്നെ കേൾക്കുന്ന നിങ്ങളും പ്രസംഗിക്കുന്ന ഞാനും നാം ഏവരും നമ്മൾ ഓടുന്നത് നിശ്ചയത്തോടു കൂടിയാണ്. അത് വാടാത്ത കിരീടം പ്രാപിപ്പാനല്ല, വാടാത്ത കിരീടം പ്രാപിപ്പാനുള്ള ഓട്ടം. നിശ്ചയത്തോടു കൂടെ നാം ഓടുന്നു. ആകാശത്തെ കുത്തുന്നത് പോലെ അന്തരീക്ഷത്തിൽ മുഖരിതമാക്കുന്ന പ്രഘോഷണങ്ങളുള്ള ഒരു മുഷ്ടിയുദ്ധമല്ല നാം നടത്തുന്നത്. അത് ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ഓട്ടമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന ഇന്നത്തെ വചനധ്യാനം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജഡത്തെ അടിമപ്പെടുത്തിക്കൊണ്ട് ആ പോരാട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളെ അടിമപ്പെടുത്തി ദണ്ഡിപ്പിച്ചടിമയാക്കി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ നമ്മെ ഏവരെയും ഒരുക്കട്ടെ, അതിനായിട്ട് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ വചനധ്യാനത്തിന്റെ ആമുഖമായിട്ടുള്ള പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും പ്രിയരെ, കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അതിനായിട്ട് നമ്മൾക്ക് ഒരുങ്ങാം. കർത്താവ് അതിനെ ബലപ്പെടുത്തട്ടെ. നിങ്ങളേവരും എന്നെ പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. കാരണം ഈ എടുത്തിരിക്കുന്ന ചിന്ത വളരെ ശക്തമായ ഒരു വചന പരമ്പരയാണ്. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം ആവശ്യമാണ്, പ്രാർത്ഥനാ സഹായം. അതിനായിട്ട് കർത്താവ് നമ്മെ ഏവരെയും ഒരുക്കട്ടെ. വരും ദിവസങ്ങളിൽ നമ്മൾ സുവിശേഷത്തെക്കുറിച്ചും ഒരുക്കത്തെക്കുറിച്ചും ഈ പോരാട്ടത്തെക്കുറിച്ചും ശത്രുവിനെ നേരിടേണ്ട വിധങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവവചനത്തിലൂടെ നമ്മൾക്ക് പഠിക്കാം, ഒരുമിച്ച് പ്രാപിക്കാം. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനധ്യാനം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഇതിനായിട്ട് സാഹചര്യമൊരുക്കിയ എന്റെ സഹോദരങ്ങളോടുള്ള നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം നമ്മളിവിടെ മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം നമുക്ക് ദൈവത്തിന് ആത്മീയ ജീവിതത്തിന് അനുഗ്രഹപ്രദമായ രീതിയിൽ കർത്താവിന്റെ ദാസനെ കേൾപ്പാൻ തക്ക വേണ്ടിയായി തീർന്നല്ലോ. നാം ലോകത്തിന്റെ വെളിച്ചമാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നല്ല പ്രവർത്തികൾ, ഹല്ലേലൂയ, നമ്മുടെ നല്ല പ്രവർത്തികൾ മറ്റുള്ളവർ കാണണം. നാം ലോകത്തിന്റെ ഉപ്പാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാലമില്ലാതെ പോയാൽ അതിന് എന്തെന്തുകൊണ്ട് രസം വരുത്താമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അത് പുറത്തുകളെയും മനുഷ്യർ ചവിട്ടുവാൻ തക്കവടിയായി തീരും. ആകയാൽ ലോകത്തിന്റെ വെളിച്ചങ്ങളാക്കി നമ്മളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളാക്കി വെച്ചിരിക്കുമ്പോൾ നല്ല പ്രവർത്തികൾ ചെയ്യണം. നമ്മുടെ നല്ല പ്രവർത്തികൾ മറ്റുള്ളവർ കാണുവാനും അവർ ഈ വലിയവിനായത്തെ കണ്ടുമുട്ടുവാൻ ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം എന്ന് കർത്താവിന്റെ ദാസനെ ഓർമ്മപ്പെടുത്തി. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വലിയ വില കൊടുത്താണ് ഈ രക്ഷ നമുക്ക് നൽകിയത്. അത് ഉദാസീനയോടെ കാണരുത്, ഗൗരവമായി കാണണം. ഹല്ലേലൂയ. നാം ഒരു യുദ്ധക്കളത്തിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ്. ജയിക്കണമെങ്കിൽ നമ്മുടെ ശത്രു ആരെന്ന് നാം അറിയണം, അവന്റെ തന്ത്രങ്ങൾ എന്തെന്ന് നാം അറിയണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് നാം വിവേചിക്കുന്നവരായി തീരണം. നിത്യനാശത്തിലേക്ക് പോകുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ടെന്ന് കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം ചെയ്യുന്നതെന്തും സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി തീരണം എന്ന് കർത്താവിന്റെ ദാസൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. ലോകം വാടുന്ന കിരീടങ്ങൾ നമുക്ക് തരും. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമുക്ക് തരുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത, ദൈവത്തിന് സ്തോത്രം, വാടാത്ത കിരീടങ്ങളാ, മഹാപ്രതിഫലങ്ങളാ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ ദർശനം നഷ്ടപ്പെട്ടു പോകാതെ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ജയകരമായ ക്രിസ്തീയത നയിപ്പാൻ നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന സൂക്ഷകൾ ചെയ്യുവാൻ ഹല്ലേലൂയ. നാം മുഖാന്തരം ചിലരെയെങ്കിലും കർത്താവിനെ ആദായപ്പെടുത്തുവാൻ ഇടയായിത്തീരട്ടെ. കേൾക്കട്ടെ. വചനപ്രകാരം ജീവിപ്പാൻ തക്ക നമ്മെ തന്നെ ക്രമീകരിക്കാം. വനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനെ ദൈവം മാനിക്കട്ടെ. ബഹന്റെ പ്രദേശത്ത് അവരെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ദാസനോട് ചെയ്യിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും അനുഗ്രഹിക്കട്ടെ. മാനിക്കുന്ന ദൈവം ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തില് താഴ്മട വീക്ഷിക്കുന്നു. കണ്ണോട് കേട്ടെ. കൂടുതലുമുള്ള നമ്മെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയും ആശുപത്രി വഴി നടത്താൻ പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സൗഹാസവും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും പ്രത്യേക
വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും സുഹൃത്തുക്കളോടും അറിയ കർത്താവിന്റെ ഒരു ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് സന്ധ്യാസമയം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണേ. സ്തോത്രം. താങ്ക് യു. ദൈവത്തിന് കർത്താവിന്റെ മഹത്വം രാത്രികാലം ദിവസങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന വചന ശുശ്രൂഷ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പക്വതയോടും ദൈവ നിറവോടും കൂടി പരിശുദ്ധാത്മ നിറവോടും കൂടി ആയിരിക്കാൻ തക്കവണ്ണം കാരണമായി തീരട്ടെ. അതിനായിട്ട് വചനത്തിന് മുമ്പിൽ നമുക്ക് ദൈവസനിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവമായ കർത്താവ് അതിനായി നമ്മെ എല്ലാവരെയും ഒരുക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം വചനം സംസാരിച്ച കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് മാത്യുവിനുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ മകനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവദാസനെയും കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് ധാരാളമായ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കട്ടെ. രാത്രികാലം വചനം ഈ സെഷൻ ലീഡിയതായ കർത്താവിന്റെ ദാസനുള്ള നന്ദി തങ്കച്ചാനുള്ള നന്ദി അറിയിക്കുന്നു. പാട്ടുപാടിയതായ പ്രിയ വിൻസിയുള്ള നന്ദി അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അതേ തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ ഏർപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് കാത്തു സൃഷ്ടിക്കുന്ന ദൈവകരങ്ങളിൽ നമുക്ക് ഒരിക്കൽ കൂടെ നമ്മെ തന്നെ സമർപ്പിക്കാം. സബ്മിറ്റ് യുവർസെൽഫ് then to God, resist the devil and he will flee from you. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ രാവിലെ 5 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടി വരാം. നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും അനുഗ്രഹമായിരിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ പങ്കെടുക്കാം. നാളെ വൈകിട്ട് ഇംഗ്ലീഷ് സെഷനും മലയാളം ബൈബിൾ പ്രയർ ലൈനും ഉണ്ടല്ലോ. കർത്താവിന്റെ ദാസൻ ഫാസ്റ്റർ രഞ്ജൻ ജോർജ് നാളെ വൈകിട്ട് ദൈവവചനം സംസാരിക്കും. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഇന്ന് രാത്രികാലം പ്രയർ ലൈനിൽ പങ്കെടുത്ത എല്ലാവരും ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ